എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ഇപ്പൊ റോബിൻ അവളൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. ഫ്ലാഷ് ബാക്കില് അവൾ ആ സ്പാങ്ടം വില്ലത്തിനെ കണ്ടുമുട്ടിയതും അതിനുശേഷം അവനോട് ഡിമാൻഡ് വെച്ചതും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൾ ആലോചിക്കും. സ്പാങ്ടം പറയും, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിന്റെ ടീം മെമ്പേഴ്സിനെ വാട്ടർ 7 തന്നെ ഞാൻ ഫ്രീ ആയിട്ട് വിടാം. അവിടെ വെച്ച് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല. പക്ഷെ അതിനുശേഷം ആ ഗാലില കമ്പനി തന്നെ ഗവൺമെന്റ് ഓഫീസേഴ്സ് നശിപ്പിച്ചു കളഞ്ഞു. ഐസ്ബർഗിനെ ആണെങ്കിൽ നമ്മുടെ ആൾക്കാർ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആ സമയം രക്ഷിച്ചത്. നാമിക്കാണെങ്കിൽ അപ്പൊ റോബിനെ കുറിച്ച് ഓർത്ത് ഒരുപാട് ടെൻഷനാവും. എന്തുകൊണ്ടായിരിക്കും റോബിൻ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത്? ഒരിക്കലും അവൾ നമ്മുടെ കൂടെ വരില്ലേ? അവൾ എന്തായിരിക്കും നമ്മളിൽ നിന്ന് മറച്ചു വെക്കുന്നത്? എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അവൾ അവളോട് തന്നെ ചോദിച്ചു കൊണ്ടേയിരിക്കും. നാമയുടെ ഇത്രയും സംശയങ്ങള് അവൾ ഐസ്ബർഗിനോട് ചോദിക്കും. അപ്പോഴായിരിക്കും ഐസ്ബർഗ് പറയാ, ഈ ഒരു ഐലാൻഡിൽ എത്തിയപ്പോഴാണ് റോബിന് ആ മാറ്റങ്ങളൊക്കെ ഉണ്ടായത്. അവൾ ആ CP9 ടീം അവരെ കണ്ടതിന് ശേഷമാണ് ഇങ്ങനെ ചേഞ്ച് ആയത്. ഓൾറെഡി ഗവൺമെന്റിന്റെ ഓപ്പറേഷൻ അത് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവളെ കൂടെ കണ്ടെത്തിയതിൽ പിന്നെ അതിന്റെ പവറും ലക്ഷ്യവും എല്ലാം തന്നെ കൂടി വന്നു. ഈ ലോകത്തെ എല്ലാം നശിപ്പിക്കാൻ കഴിയുന്ന ഒരു ആക്ഷൻ വെപ്പൻ ഉണ്ട്. അത് തിരികെ പിടിക്കാൻ റോബിനെ കൊണ്ട് മാത്രമേ കഴിയൂ. ഇതിനുവേണ്ടിയാണ് പ്രധാനമായും ഗവൺമെന്റ് ആൾക്കാര് അവൾ ഫോക്കസ് ചെയ്യുന്നതെന്ന് ഐസ്ബർഗ് അവളോട് പറയും. അതിനുശേഷം ഐസ്ബർഗ് എന്തുകൊണ്ടാണ് റോബിൻ യഥാർത്ഥത്തില് നമ്മുടെ ആൾക്കാരെ വിട്ടുപോയതെന്നും ഐസ്ബർഗിനെ കൊല്ലാതിരുന്നെന്നുള്ള കാര്യങ്ങള് അവളോട് പറയും. ആക്ച്വലി CP9 ടീം അവരെന്റെ റൂമിൽ നിന്ന് കണ്ടെത്തിയത് ഫേക്ക് ആയിട്ടുള്ള ബ്ലൂ പ്രിന്റ് ആണ്. എന്നെ കൊല്ലാൻ പാടില്ല എന്നൊരു ഇൻഫർമേഷൻ അവർക്ക് ലഭിച്ചു. ഐസ്ബർഗ് പറയും, എന്തൊക്കെ സംഭവിച്ചാലും ആ ബ്ലൂ പ്രിന്റ് നിങ്ങൾക്ക് കിട്ടില്ല. ഇവിടെ റോബിൻ ആണെങ്കിൽ ആ പോണോഗ്ലിഫിന്റെ പേരിലാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്. ഐസ്ബർഗ് പറയും, നീയല്ലേ ആങ്ഷ്യൻ വെപ്പൻ അത് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നേ, സോ ഉറപ്പായിട്ടും ഞാൻ നിന്നെ കൊല്ലും. അപ്പോഴായിരിക്കും അവൾ പറയാ, ഒരിക്കലുമല്ല, എനിക്ക് ആക്ച്വലി ആ പോണോഗ്ലിഫിലുള്ള കാര്യങ്ങള് അത് മാത്രം അറിഞ്ഞാൽ മതി. ഞാൻ ഒരു കാരണവശാലും ആ ആങ്ഷ്യൻ വെപ്പൻ ഉണ്ടാക്കില്ല. പക്ഷെ ഐസ്ബർഗ് ആണെങ്കിൽ അത് വിശ്വസിക്കാൻ തയ്യാറാവില്ല. ഇല്ല, ഞാനിത് ഒരിക്കലും വിശ്വസിക്കില്ല. എന്റെ മാസ്റ്റർ ടോം അദ്ദേഹത്തിന്റെ ജീവൻ പോലും വെടിഞ്ഞത് ഈ ഒരു ബ്ലൂ പ്രിന്റ് അത് സൂക്ഷിക്കാനാണ്. എന്നെ കൊണ്ട് മാത്രമേ അത് ഡീസൈഫർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയാം. സോ ഉറപ്പായിട്ടും നിന്നെ കൊല്ലുകയാണെങ്കിൽ ആ ഒരു ബ്ലൂ പ്രിന്റ് വെച്ച് ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അവൻ വീണ്ടും വീണ്ടും അവളെ ഹേർട്ട് ചെയ്യും. നിനക്ക് ആ വോഹാർ ഐലാൻഡിനെ കുറിച്ച് ഓർമ്മയില്ലേ? അവിടെയുള്ളവരുടെ അവസ്ഥയാവും നിനക്കും. സോ നിനക്ക് ജീവൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടുന്ന് ഓടിക്കോ. പക്ഷെ റോബിന് അവൾക്ക് അവളുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. കാരണം വോഹാർ ഐലാൻഡിൽ എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. ഉടനെ വേറെ വഴിയില്ലാതെ ഇപ്പൊ റോബിൻ എല്ലാ കാര്യങ്ങളും ഐസ്ബർഗിനോട് തുറന്നു പറയും. ഇത്രയും കാലവും ഞാൻ ആരുടെയും കണ്ണിൽ പെടാതെ മുങ്ങി നടക്കുകയായിരുന്നു. ഇവിടെ എത്തിയപ്പോഴാണ് ആ CP9 ടീം അവരെന്നെ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചത്. എന്റെ ഫ്രണ്ട്സിന് വേണ്ടി, അവരുടെ ജീവന് വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. ഇൻ കേസ് ഞാൻ ഗവൺമെന്റിന്റെ കൂടെ പോവാൻ തയ്യാറായിട്ടില്ല എങ്കിൽ എന്റെ ഫ്രണ്ട്സിനെ അവർ കൊന്നുകളയും. ഇവരെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ കാരണം അവർക്ക് കൂടെ ഒന്നും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് മാത്രമാണ് അവര് പറഞ്ഞ എല്ലാം അനുസരിച്ച് ഞാനിപ്പോ അവരുടെ ടീമിൽ നിൽക്കുന്നത്. എനിക്കുറപ്പുണ്ട്, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താ ഒരു ബസ്റ്റർ കോൾ ഉപയോഗിച്ച് സ്ട്രോ ഹാറ്റ് ലൂഫിയൻ ടീമിനെയും ഇല്ലാതാക്കും. അതിന്റെ ഇമ്പാക്ട് എന്താണെന്ന് ഒരിക്കൽ ഞാൻ നേരിട്ട് കണ്ടു ബോധ്യപ്പെട്ടതാണ്. ബസ്റ്റർ കോൾ ചെയ്യാൻ 3 പേർക്കാണ് അധികാരമുള്ളത്. ഒന്നുകിൽ 3 അഡ്മിറൽസ് അവര് അതിന് ഓർഡർ കൊടുക്കണം, അല്ലെങ്കിൽ നേവി ഹെഡ്, ഇതും അല്ലെങ്കിൽ ഫ്ലീറ്റ് അഡ്മിറൽ ആൾ അലോ ചെയ്യണം. പക്ഷെ ഇത്തവണ ആ വിക്കിജി അവനിപ്പോ അതിനുള്ള അധികാരം അവർക്ക് കൊടുത്തു കഴിഞ്ഞു. CP9 ആ ഒരു ബസ്റ്റർ കോൾ വെച്ചാണ് എന്നെ ഇപ്പോ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്. അവര് പറയുന്നത് ഞാൻ അനുസരിച്ചിട്ടില്ല എങ്കിൽ ഉറപ്പായും സ്ട്രോ ഹാറ്റ് ടീമിന് നേരെ അവര് ബസ്റ്റർ കോൾ എനേബിൾ ചെയ്യും. 20 വർഷത്തോളം ഞാൻ ആരെയും പ്രൊട്ടക്ട് ചെയ്യാൻ നിന്നിട്ടില്ല. കാരണം എല്ലാവരും എന്നെ ഒറ്റിക്കൊടുക്കാനും തള്ളിക്കളയാനും മാത്രമാണ് ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ സ്ട്രോ ഹാറ്റ് ലൂഫിയൻ ടീമും അവരാണ് എന്നെ തിരിച്ചറിഞ്ഞത്. മരിക്കാൻ തീരുമാനിച്ച എന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത് അവരാണ്. സോ അവർക്ക് വേണ്ടിയാണ് ഞാൻ നേവി ടീമിന്റെ കൂടെ ചേർന്ന് ഇതെല്ലാം ചെയ്യുന്നത്. അവർക്ക് ആവശ്യം ആങ്ഷ്യൻ വെപ്പൺ പ്ലൂട്ടോൺ ആണ്. സോ അവരെന്നെ കൊണ്ട് അത് മുഴുവൻ ഡീസൈഫർ ചെയ്യിപ്പിക്കും. പക്ഷേ
അവരെന്തൊക്കെ ചെയ്താലും എന്റെ ഫ്രണ്ട്സിന് മാത്രം ഒരു പോറൽ പോലും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. അത് കേട്ട് ഐസ്ബർഗ് ആള് കൂടുതൽ ഷോക്കാവും. ഐസ്ബർഗ് ദേഷ്യപ്പെട്ട് ചോദിക്കും, നീ എന്തായി പറയണേ? നിന്റെ ഫ്രണ്ട്സിന് വേണ്ടി ഈ ലോകത്തെ തന്നെ നീ വിൽക്കുകയാണോ? നീ പറഞ്ഞതനുസരിച്ച് നേവി ടീം വളരെ ബാഡാണ്. അവര് പ്ലൂട്ടോൺ ഉപയോഗിച്ച് ഈ ലോകത്തിന്റെ പല ഭാഗങ്ങള് ഇല്ലാതാക്കും. സോ നീ ചെയ്യുന്നത് ഒരു വലിയ തെറ്റല്ലേ? ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ നമ്മുടെ ആൾക്കാര് അവർക്ക് എങ്ങനെയെങ്കിലും റോബിനെ തിരികെ പിടിക്കണമെന്ന് ഒരുപാട് ആഗ്രഹം തോന്നും. അപ്പോഴായിരിക്കും അക്വാലോക്ക് അവിടേക്ക് വരിക. അതേസമയം ലൂഫിയും സോറയും അവർ രണ്ടുപേരും ഓരോ ബിൽഡിങ്ങുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. നാമിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിസ്സഹായയായി നോക്കി നിൽക്കും. ദൂരത്തായി ബിൽഡിങ്ങുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ലൂഫിയെ കണ്ട് നാമി എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയും. അത് കേട്ട നമ്മുടെ ചെക്കൻ അവനാ 2 ബിൽഡിങ്ങുകളും തകർത്ത് അവരെല്ലാവരും ചേർന്ന് റോബിനു വേണ്ടി ഫെയിലിയർ ആയിരുന്ന ആ റോക്കറ്റ് ട്രെയിന് അതെടുത്ത് യാത്ര ആരംഭിക്കും. ലൂഫി ആണെങ്കില് റോബിനെ തിരികെ പിടിക്കാൻ പോകുന്ന ആവേശത്തില് ഫുൾ ഹാപ്പിയായി പവറില് മുൻപോട്ട് പോകും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇവിടെ എൻസിലാപ്പി കാണിക്കും. അവിടെയാണെങ്കില് ആ സ്പാങ്ടം വില്ലൻ അവൻ എന്തെന്നില്ലാത്ത സന്തോഷത്തിലാണ്. കാരണം അവനിപ്പോ ഒന്നിനു പുറകെ മറ്റൊന്നായി 2 ലോട്ടറി അടിച്ചു. ഫ്രാങ്കിയെയും റോബിനെയും ഒരുമിച്ച് അവനിപ്പോ കയ്യിൽ കിട്ടി. റോബിൻ ദേഷ്യപ്പെട്ട് ചോദിക്കും, എന്ത് അധികാരത്തിലാ ആവക്കിജി നിനക്ക് ബസ്റ്റ് കോൾ എനേബിൾ ചെയ്യാനുള്ള പെർമിഷൻ തന്നത്? അത് കേട്ട ഏജന്റ് സ്പാങ്ടം അവൻ കൈ ചുരുട്ടി അവളുടെ മുഖത്ത് ആഞ്ഞെട്ടിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം നീ വെറും ഒരു ക്രിമിനലാണ്. എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നീ ആയിട്ടില്ല. മേലിൽ അതിന് നിൽക്കരുത്. നീ ആ ലാൻഡ് ഓഫ് വോഹറായിലെ ഒരേ ഒരാളാണ്. അവിടെയുള്ള എല്ലാവരെയും ഞങ്ങൾ പണ്ടേ ചുട്ടുകരിച്ചു. നീ വെറും ഒരു മോൺസ്റ്റർ ആണ്. നിന്റെ സിറ്റി അതിലും ബാഡാണെന്നൊക്കെ പറഞ്ഞ് അവളെ വീണ്ടും അവൻ ഹേർട്ട് ചെയ്യും. അത് കേട്ട് റോബിൻ അവൾ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോയി അവളുടെ ചെറുപ്പകാലവും മിലിറ്ററി ഫോഴ്സ് അവളുടെ വോഹർ ഐലാൻഡ് അത് കത്തിയരിച്ചതും അവൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു സെക്കൻഡ് മനസ്സിൽ ആലോചിച്ച് ഡിസ്റ്റർബ്ഡ് ആവാൻ തുടങ്ങും. അതിനുശേഷം അവളെ എല്ലാവരും യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിച്ചു. പലരും അവളെ ഒറ്റിക്കൊടുത്ത് കാശ് സമ്പാദിക്കാനും ഉപദ്രവിക്കാനും ശ്രമിച്ചു. അവിടുന്ന് എല്ലാം രക്ഷപ്പെട്ടാണ് അവളിപ്പോ സേഫായി നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് എത്തിയത്. ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ ആൾക്കാർക്കും എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടി അവൾക്ക് എപ്പോഴും ഉണ്ട്. ഒരു കാരണവശാലും അവൾ ആർക്കും ഒരു ബേർഡൻ ആവാൻ പാടില്ല. അതുകൊണ്ടാണ് അവൾ ഇത്രയും കഷ്ടപ്പെട്ട് ഓരോ തവണ നമ്മുടെ ആൾക്കാരെയും ആട്ടി ഓടിച്ചു കൊണ്ടേയിരുന്നത്. പക്ഷെ നമ്മുടെ ആൾക്കാര് ഒരു കാരണവശാലും റോബിനെ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് ഗവൺമെന്റിന്റെ ആ ഫ്ലാഗ് തന്നെ ആട്ടിച്ച് തകർത്തു. ഇപ്പൊ ഗവൺമെന്റും നമ്മുടെ ആൾക്കാരും തമ്മില് ഡയറക്റ്റായി ഫൈറ്റ് ചെയ്യാൻ പോവാണ്. ലൂഫി നിലവിളിച്ചു പറയും, നിനക്ക് ജീവിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരേ ഒരു വാക്ക് ഞങ്ങളോട് പറ. നിന്റെ കൂടെ മരണം വരെ ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. അത് കേട്ട് അവളോട് ഓരോരുത്തരും പറഞ്ഞ കാര്യങ്ങള് ആലോചിക്കും. അവസാനം ജയന്റ് പറഞ്ഞ ആ ഒരു കാര്യം, തീർച്ചയായിട്ടും നീ ജീവിക്കണം, നിനക്ക് ഒരുപാട് കാര്യങ്ങള് ഇനിയും ചെയ്ത് തീർക്കാനുണ്ട് എന്ന് പറഞ്ഞതോർത്ത് അവളും സ്ട്രോങ് ആയി തടിച്ചു പറയും, എന്നെയും നിങ്ങളുടെ കൂടെ കൊണ്ടുപോ, എനിക്ക് മരിക്കണ്ട, എനിക്ക് ജീവിക്കണം. അത് കേൾക്കേണ്ട താമസം നമ്മുടെ ആൾക്കാർക്ക് ആവേശാവും. കാരണം ഇത്രയും സമയം അവൾ നമ്മുടെ ആൾക്കാരെ ആട്ടി ഓടിക്കുകയായിരുന്നു. അവൾ വേണ്ട എന്ന് 100 തവണ പറഞ്ഞിട്ടും നമ്മുടെ ആൾക്കാർ അതൊന്നും കേൾക്കാതെ അവളുടെ പിന്നാലെ പോയി. പക്ഷെ ഇപ്പൊ അവള് തന്നെ അവളെ രക്ഷിക്കാൻ നമ്മുടെ ആൾക്കാരോട് പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ സ്പാൻഡത്തിനാണെങ്കിൽ അത് കേട്ട് ഭയങ്കര കലിപ്പാവും. അവൻ ദേഷ്യപ്പെട്ട് പറയും, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മുൻപിൽ വെച്ച് നീ ഇങ്ങനെ പറയും. എന്റെ കൂടെ CP9 ടീമുണ്ട്. മാത്രമല്ല ഈ നേവി ടീം മുഴുവൻ എന്റെ വിരൽത്തുമ്പിലാണ്. അതും പോരാഞ്ഞ് ബസ്റ്റർ കോൾ ചെയ്യാനുള്ള പെർമിഷനും എനിക്കുണ്ട്. അപ്പൊ അതേസമയം കറക്റ്റ് ആയിട്ട് ആ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്ത് അത് താഴേക്ക് വീഴാൻ തുടങ്ങും. ഗ്രാൻമേ ആണെങ്കിൽ റോക്കറ്റ് മാൻ ട്രെയിൻ മുൻപോട്ടേക്ക് എടുക്കും. ലൂഫി ആണെങ്കിൽ നമ്മുടെ ടീമിലുള്ള എല്ലാവരെയും തൂക്കിയെടുത്ത് ആ ബ്രിഡ്ജിന്റെ മുകളിലേക്ക് എടുത്ത് ചാടും. ട്രെയിനും നമ്മുടെ ആൾക്കാരും ഫുൾ ഫോഴ്സില് ആ ബ്രിഡ്ജിൽ വന്ന് അടിച്ചു വീഴും. അത് കണ്ട് റോബിൻ അവള് ഷോക്കായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.